السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشهرياتية وجميع المؤمنين والمؤمنات. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിൻ്റെ 40ലേറെ രോഗങ്ങളിൽ 8ാമത്തെ രോഗമായ ത്വലബു ഷുഹുറത്തി, ഷുഹുറത്ത്, പ്രസിദ്ധിയെ തേടുക, ഞാൻ അറിയപ്പെട്ട ഒരാളാകണം, എന്നെ എല്ലാവരും അറിയണം എന്നൊരു ആഗ്രഹം നമ്മളെ മനസ്സിൽ വരിക എന്ന് പറയുന്നത് മനസ്സിൻ്റെ വലിയ ഒരു രോഗമാണ്. ദീനി ദഅവത്ത്, ദീനിൻ്റെ മഫാദ്, ദീനിൻ്റെ പ്രചരണം അത് വലിയ പ്രോത്സാഹകരമാണ്. അതേ സ്ഥാനത്ത് ഞാൻ അറിയണം, എന്നെ അറിയപ്പെടണം എന്ന ഒരു ചിന്ത അത് മനസ്സിൻ്റെ വലിയ ഒരു രോഗമാണ്. അതിനെ സംബന്ധിച്ചും ഇബ്ലീസ് ചിലപ്പോൾ അതൊരു ദഅവത്തായി തോന്നിപ്പിക്കും. ത്വലബു ശുഹ്റത്ത് അത് ദീനി ദഅവത്തല്ല, അത് മനസ്സിൻ്റെ വലിയ ഒരു രോഗമാണ്, അംറാദുൽ ഖുലൂബിൽപ്പെട്ട ഒരു സംഗതിയാണ്. ഇതിൻ്റെ വിശദമായി അയിമത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഇഹ്യാ ഉലൂമുദ്ദീൻ, ഖൂത്തുൽ ഖുലൂബ്, തൻവീറുൽ ഖുലൂബ് തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. നമ്മുടെ ഈ ദിറാസയുടെ ഉദ്ദേശം ചില ഇഷാറത്തുകൾ വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഇമാമീങ്ങളുടെ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടും അതുപോലെ പറയുന്ന അവലംബങ്ങൾ, തെളിവുകൾ പറയുന്ന ആ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടെല്ലാം വിശദമായി പഠിക്കുകയും നല്ല നിലയിൽ അവതരിപ്പിക്കാൻ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന് 8ാമത്തെ രോഗം ത്വലബു ശുഹ്റത്ത്, തൻ്റെ ശുഹ്റത്തിനെ, അതായത് ത്വലബു ശുഹ്റത്ത്, തൻ്റെ ശുഹ്റത്തിന് വേണ്ടി പരിശ്രമിക്കുക, അതാണ് ത്വലബു ശുഹ്റത്ത്. അറിയപ്പെടണം, മഷ്ഹൂറാകണം എന്ന നിലക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യുക, അതാണ്. കാരണം എനിക്കും ഒന്ന് അറിയപ്പെടണം, ഞാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അറിയപ്പെട്ട ഒരാളാകണം എന്നൊരു ആഗ്രഹം, അത് ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ട സംഗതി അല്ല. ഏതായാലും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തുൻ നിസാ 38ാമത്തെ ആയത്തിൽ, വല്ലദീന യുൻഫിഖൂന അംവാലഹും റിആഅന്നാസി വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ വമൻ യകുനി ശൈത്വാൻ ലഹു ഖരീനൻ ഫസാഅ ഖരീന. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ല, മറിച്ച് ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് സമ്പത്തുകളെ ചെലവാക്കുന്ന ചില ആളുകൾ. ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പത്തുകളെ ചെലവാക്കുന്ന ആളുകൾ. അതുപോലെ വലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിരി, അള്ളാഹുവിനെ കൊണ്ടും ഖിയാമത്ത് നാളിനെ കൊണ്ടും വിശ്വസിക്കാത്ത ആളുകൾ. അതേ സ്ഥാനത്ത് വമൻ യകുനി ശൈത്വാൻ ലഹു ഖരീന, ഷൈത്വാനിൻ്റെ ഖരീന്, ഷൈത്വാന്റെ മുസാഹിബ്, സഹവാസി, ഷൈത്താന്റെ ചങ്ങാതിയായ ആളുകൾ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഫസാഅ ഖരീന, വളരെ മോശപ്പെട്ട ഖരീൻ, കൂട്ടുകാരൻ, മുസാഹിബാണ് ഷൈത്വാന്റെ മുസാഹിബ്. അപ്പൊ ഷൈത്വാന്റെ മുസാഹിബ് ഒരാളായി ആവുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. ഏതായാലും ഖസാഇനുൽ ഇർഫാൻ പോലത്തെ മറ്റു ഗ്രന്ഥങ്ങൾ, അതുപോലെ ഇമാമിങ്ങളെല്ലാം ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ പറഞ്ഞത് വിശദമായി നാം പഠിക്കേണ്ടതുണ്ട്. ഖസാഇനുൽ ഇർഫാനിൽ പറഞ്ഞ ഒരു ഇശാറത്ത് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് പിഷ്കത്രത്തിന്റെ ശേഷം സമ്പത്തുകൾ ചെലവാക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അതെന്തേ? കാരണം ത്വലബു ശുഹ്റത്ത് ആഗ്രഹിച്ചുകൊണ്ട്, ശുഹ്റത്ത് തേടിക്കൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല, അറിയപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ചെലവാക്കുന്നത്, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശമില്ലാതെ. അത് മുശ്രിക്കീങ്ങളുടെയും അതുപോലെ മുനാഫിഖീങ്ങളുടെയും സ്വഭാവമാണ്. അതുപോലത്തെ ഒരു സ്വഭാവമാണ് ഇത്തരത്തിലുള്ള സ്വഭാവം. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല ചെലവാക്കുന്നത്, ജനങ്ങളടുക്കലിൽ നിന്ന് സ്ഥാനം കിട്ടാൻ വേണ്ടി, ജനങ്ങളടുക്കൽ വലിയ ബഹുമാനം കിട്ടാൻ വേണ്ടി, അതോടുകൂടെ അറിയപ്പെടാൻ വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്.
മാത്രമല്ല ശൈത്വാന്റെ ഒരു ആള് കരീനായാൽ, ചങ്ങാതിയായാൽ, മുസാഹിബായാൽ അതിനെ വിശദീകരിച്ച് മഹാന്മാർ പറഞ്ഞത് ദുനിയാവിലും ആഖിറത്തിലും അവൻ ശൈത്വാന്റെ കരീൻ, ശൈത്വാന്റെ മുസാഹിബ്. അതെങ്ങനെ? ദുനിയാവില് ശൈത്വാന്റെ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ശൈത്വാൻ സന്തോഷിക്കുന്നു. ആഖിറത്തിലും ശൈത്വാന്റെ കരീൻ എങ്ങനെ ആകാം? കാരണം ഒരു സത്യനിഷേധിന്റെ കൂടെ ഒരു ശൈത്വാൻ ഉണ്ടാകും. ആ ശൈത്താന്റെ കൂടെയാണ് സത്യനിഷേധി നരകത്തിൽ, തീയിൽ അകപ്പെടുക എന്ന നിലക്കും ശൈത്താന്റെ ചങ്ങാതിയായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 38-ാമത്തെ ആയത്തിൽ പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി കിതാബുർ റഖാഖ് ബാബുർ റിയാഇ വസ്സുംഅത്ത് 6499-ാമത്തെ ഹദീസ്, അതായത് 244-ാം വാല്യം ബുഖാരിയുടെ. ആ ബുഖാറിൽ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ശുഹ്റത്തിന് വേണ്ടി ആരെങ്കിലും അമൽ ചെയ്താൽ, അറിയപ്പെടാൻ വേണ്ടി, മഷ്ഹൂറാകാൻ വേണ്ടി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ദലീലാക്കും, നിന്നനാക്കും, താന്നവനാക്കും. മാത്രമല്ല ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്താലോ അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ അവന്റെ അയബുകളെ ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുമെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിൽ ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ ത്വലബു ശുഹ്റത്തിന്റെ വിധി എന്താ നാം മനസ്സിലാക്കണം. ത്വലബു ശുഹ്റത്ത്, ശുഹ്റത്തിനെ തേടുക, അതായത് ഞാൻ അറിയപ്പെട്ട ആളാകണം, എന്നെ എല്ലാവരും അറിയണം, ലോകത്ത് അല്ലെങ്കിൽ എല്ലായിടത്തും അറിയപ്പെട്ട ഒരു വ്യക്തിയാകണം എന്ന ഒരു ചിന്ത. അതേ സ്ഥാനത്ത് ആ ചിന്തയില്ലാതെ ഒരാൾ ദീനീ പ്രവർത്തനം കൊണ്ട് അറിയപ്പെട്ടു എന്ന പ്രശ്നമില്ല. ഇവന്റെ മനസ്സിലുള്ള ആഗ്രഹം, ചിന്തയാണ് വളരെ മോശപ്പെട്ടത്. ത്വലബു ശുഹ്റത്ത് വളരെ മോശപ്പെട്ട കബീഹായ മദ്മുമായ പ്രവർത്തനമാണ്. മാത്രമല്ല ഈ ത്വലബു ശുഹ്റത്ത് എന്ന് പറയുന്ന മനസ്സിന്റെ രോഗം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കാനത് കാരണമായി തീരും. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ, യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളെ തൊട്ട് രക്ഷപ്പെടേണ്ടതുണ്ട്. ത്വലബു ശുഹ്റത്ത് തൊട്ട് യഥാർത്ഥ മുഅ്മിൻ, കാമിലായ മുഅ്മിൻ, കാമിലായ മുസ്ലിം, യഥാർത്ഥ മുസ്ലിം സൂക്ഷിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ 3-ാം വാല്യം 822, അതായത് 822-ൽ പറഞ്ഞത് കാണാം, സ്ഥാനം തേടിക്കൊണ്ട്, അതായത് സ്ഥാനം കിട്ടണം, മർത്തബ കിട്ടണം, ജാഹ് കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടെ, അതോടുകൂടെ ശുഹ്റത്തിനെ തേടിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നത് അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. കാരണം വളരെ നല്ല സംഗതി എന്താണ്? എപ്പോഴും അറിയപ്പെടാതിരിക്കുക എന്ന ചിന്തയാണ്. എന്നാൽ ശുഹ്റത്ത് ആഗ്രഹിക്കാതെ, ശുഹ്റത്തിന് വേണ്ടി ഒന്നും മെൻകെടാതെ തന്നെ ദീനീ ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ, ദീനീ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരാൾക്ക് ശുഹ്റത്ത് കൊടുത്താൽ ആ ശുഹ്റത്ത് മോശപ്പെട്ടതൊന്നുമല്ല. അത് വളരെ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടുന്ന ശുഹ്റത്താണ്. പക്ഷെ ഇവന്റെ മനസ്സിൽ ശുഹ്റത്തിന് ആഗ്രഹമില്ല. ശുഹ്റത്തിന് ആഗ്രഹമില്ലാതെ ദീനിന്റെ മഫാദിന് വേണ്ടി, ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ദീനിന്റെ വിജയത്തിന് വേണ്ടി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ ഒരാൾ അറിയപ്പെട്ടാൽ അതിനൊന്നും പ്രശ്നമില്ല. അത് വളരെ മോശപ്പെട്ട സംഗതിയൊന്നുമല്ല. കാരണം എത്രയെത്ര മഹാന്മാര് അവർ അറിയപ്പെടാൻ ആഗ്രഹിച്ചിട്ടില്ല. അവരെ ദീനീ ഖിദ്മത്തുകളെ കാരണം കൊണ്ട്, അവർ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ തർബിയത്തിൽ വളർന്ന ഒരുപാട് ശിഷ്യന്മാരുടെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അവർ എഴുതിയ ഗ്രന്ഥങ്ങളും ഫത്താവുകളുടെ കാരണം കൊണ്ട് എത്രയോ അകാബിരീങ്ങളായ മഹത്തുക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിച്ചവരല്ല, ശിഷ്യന്മാരുടെ കാരണം കൊണ്ടും അതുപോലെ തസ്നീഫാത്തിന്റെ കാരണം കൊണ്ടും, അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സ്ഥാപനങ്ങളുടെയും മദാരിസിന്റെയും മസാജിദിന്റെ കാരണം കൊണ്ടും പലരും അറിയപ്പെടാറുണ്ട്. അത് ഉദ്ദേശം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരാൾ അറിയപ്പെട്ടു കഴിഞ്ഞാൽ അത് മോശമാണെന്നല്ല പറയുന്നത്. അങ്ങനെ ഒരാളെ കുറിച്ച്, പ്രസിദ്ധി നേടിയ ആളുകളെ കുറിച്ച് തെറ്റിദ്ധരിക്കാനും പാടില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും അറിയപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശുഹ്റത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് ഈ
വിഷയത്തിൽ പ്രത്യേകിച്ചും പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ 3-ാം വാല്യം 829, അതായത് 829 ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ്. അതായത് ശുഹ്റത്ത് ആഗ്രഹിച്ചു, അതാണ് വളരെ മോശപ്പെട്ടത്. അതേ സ്ഥാനത്ത് ത്വലബില്ലാതെ ഒരാൾക്ക് ശുഹ്റത്ത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടി, അള്ളാഹു എന്റെ മഹദായ ഫദ്ല് കൊണ്ട് കൊടുത്തു, അത് ഒരു മോശപ്പെട്ട സംഗതി ഒന്നുമല്ല. അതേ സ്ഥാനത്ത് ബലഹീനന്മാരായ ആളുകൾക്ക് ശുഹ്റത്ത് ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടിയും ഉണ്ടാകും, അതൊരു പരീക്ഷണമായിരിക്കും. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതിന് മനസ്സിലാക്കാൻ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാള് ശക്തി കുറഞ്ഞ ബലഹീനനായ ഒരു വ്യക്തി ഉണ്ട്. അയാൾക്ക് നീന്താൻ അറിയുന്നു. എന്നാൽ അയാളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതെന്താ? മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ല, അറിയപ്പെടാൻ പാടില്ല. ഇയാൾക്ക് നീന്താൻ അറിയുമെന്ന് മറ്റുള്ളവരൊന്നും അറിയാൻ പാടില്ല. ഇനി മറ്റുള്ളവർ ഇയാൾക്ക് നീന്താൻ അറിയുമെന്ന് അറിഞ്ഞാലോ എല്ലാവരും ഇയാളെ പിടികൂടും, ഇയാളെ ഒന്നിച്ചുണ്ടാകും. ആ സമയത്ത് ഇയാൾ ആദ്യം തന്നെ ബലഹീനനായ മനുഷ്യനാണ്. എല്ലാവരും കൂടി ഇയാളെ പിടിച്ചാലോ ഇയാൾക്ക് ബലഹീനത കൂടുമല്ലോ. അങ്ങനെ അവരും നശിച്ചു പോകും, ഈ നീന്താൻ അറിയുന്ന ആളും നശിച്ചു പോകും. കാരണം ഇയാൾക്ക് ശക്തി കുറഞ്ഞ ആളാണ്, ബലഹീനനായ മനുഷ്യനാണ്. അതുകൊണ്ട് അവിടെ ബലഹീനനായ മനുഷ്യനിക്ക് ഏറ്റവും നല്ലതെന്താ? അറിയപ്പെടാതിരിക്കണം. അയാൾക്ക് നീന്താൻ അറിയുമെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കണം, എന്നാലേ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതേപോലെ അതേ സ്ഥാനത്ത് ഒരാൾ നല്ല ശക്തനാണ്, നല്ല കവിയായ മനുഷ്യനാണ്, ശക്തിയായ മനുഷ്യനും അതോട് നീന്താനൊക്കെ നല്ല അറിയുന്ന ആളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം മുങ്ങുന്ന ആളുകൾ എല്ലാവരും ഇയാൾ അറിയണം. ഇയാളെ കൂടി നിന്നാൽ അയാളെ പിടിച്ചാല് അദ്ദേഹം സ്വന്തം രക്ഷപ്പെടുകയും ഇവരെയും രക്ഷപ്പെടുത്തും എന്നല്ലൊക്കെയാണ്. അതായത് അറിയപ്പെടൽ ചിലപ്പോ അത് ബലഹീനന്മാർക്ക് വളരെ മോശപ്പെട്ടതായിരിക്കും. ഈമാൻ ശക്തിയുള്ള, അതുപോലെ തഖ്വയും ഇഖ്ലാസും അതോടുകൂടി ദീനീ ഖിദ്മത്തുള്ള അങ്ങനത്തെ ആളുകളൊക്കെ അറിയപ്പെടുമ്പോൾ അതിനെക്കൊണ്ട് സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. അതേ സ്ഥാനത്ത് അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ ദീനിന്റെ ഖിദ്മത്ത് കാരണം കൊണ്ടും അല്ലെങ്കിൽ ദീനിന്റെ പ്രവർത്തനത്തിന്റെ കാരണം കൊണ്ട് അറിയപ്പെട്ടാൽ ബലഹീനന്മാരാണെങ്കിൽ അള്ളാഹുവിനോട് എപ്പോഴും കാവലിനെ തേടണം. അല്ലാത്തവരും അള്ളാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ട് ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ധാരാളം പ്രവർത്തിക്കണം, എന്നിട്ട് അറിയപ്പെടുക. അങ്ങനെ അറിയപ്പെടുമ്പോഴും അള്ളാഹുവിനോട് കാവലിനെ തേടലോടുകൂടെ ദീനീ ഖിദ്മത്തുകൾ സജീവമാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും ആ വിധത്തിൽ ദീനീ ഖിദ്മത്തുകൾ വളർത്തി ദീനീ ഖിദ്മത്തുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ദീനീ വളർച്ചയ്ക്ക് വേണ്ടി ദീനീ മഫാദിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ തഅല്ലുമ്, നമ്മുടെ തഅലീമ്, നമ്മുടെ തദ്രീസ്, നമ്മുടെ മുതാലഅ, നമ്മുടെ ദിറാസകൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം സിദ്ധിക്കാൻ, സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഉപകാരം സിദ്ധിക്കാൻ എന്ന ഉദ്ദേശത്തിൽ ചെയ്യുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉദാഹരണം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതാണ്. അതോടുകൂടെ ശുഹ്റത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരുപാട് ആഫത്തുകൾ, നാശങ്ങൾ വരും. ശുഹ്റത്തിന് വേണ്ടി, അറിയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ആഫത്തുകളും നാശങ്ങളും അതിൽ വരും. അതിനൊരു ഉദാഹരണം പറയാ. ബഹുമാനപ്പെട്ട അശ്ശൈഖ് ശുഐബ് ഖുറൈഫീസ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അർറൗദുൽ ഫായിഖ് എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ 2ാമത്തെ മജ്ലിസ് 17ാമത്തെ പേജിൽ പറഞ്ഞു ഒരു നീണ്ട ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുന മൻസൂർ ഇബ്നു അമ്മാർ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുകയാണ്, അതായത് എൻ്റെ അടുക്കൽ എൻ്റെ അടുപ്പുള്ള, വളരെ എൻ്റെ അടുത്തവർ, എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, അതായത് എന്നോട് വളരെ അടുത്തുള്ള ഒരാള് എൻ്റെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. എല്ലാ സന്തോഷഘട്ടത്തിലും ദുഃഖഘട്ടത്തിലും എന്നോട് അയാൾ സംസാരിക്കാറുണ്ട്. വലിയ ഒരു ഇബാദത്തുകാരനാണ്, വലിയ ഒരു ആബിദാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന, അതായത്
നല്ലോണം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളായിട്ടാണ് ഞാൻ അയാളെ വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ചു കാലം ഞാൻ അയാളെ കണ്ടിട്ടില്ല. ആ വ്യക്തിയെ കുറെ ദിവസങ്ങളോളം ഞാൻ കാണാത്തതിന്റെ പേരിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ അയാൾ വളരെ ബലഹീനനായിട്ടുണ്ട്, അയാള് ബലഹീനനാണ് എന്ന വിവരം അറിഞ്ഞു. അങ്ങനെ അയാളെ വീടൊക്കെ അന്വേഷിച്ച് ഞാൻ അയാളുടെ വീടിന്റെ അടുക്കലേക്ക് പോയി. അങ്ങനെ വാതിൽ മുട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ മകൾ വന്നിട്ട് വാതിൽ തുറന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ സമ്മതം കിട്ടിയപ്പോൾ ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ വീടിന്റെ മധ്യത്തിൽ ഇതാ ഒരു കിടക്കപ്പായിൽ ഒരു വിരിപ്പിൽ അയാള് വിശ്രമിക്കുകയാണ്. പക്ഷേ മുഖത്തിന്റെ അവസ്ഥകളെല്ലാം മാറിയിട്ടുണ്ട്, മുഖമെല്ലാം കറുത്തുപോയിട്ടുണ്ട്, കണ്ണുകൾ പല വിധത്തിലാണ്, കണ്ണിന്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ ചുണ്ടുകളാണെങ്കിലോ വലിയ തടിയുള്ള ചുണ്ടുകളാണ്. ഞാൻ ഈ അവസ്ഥ കണ്ടപ്പോൾ ആകെ ബേജാറായി. എന്നിട്ട് സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യൻ തന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് വളരെ പ്രയാസത്തോടുകൂടെ എന്നിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധക്ഷം വന്ന് അയാള് ബോധക്ഷപ്പെട്ടു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഇതാ തൽഖീൻ ചെയ്തു കൊടുത്തു. ആ സമയത്തും പ്രയാസത്തോടുകൂടെ കണ്ണു തുറന്ന് എന്നെ നോക്കി. പക്ഷേ വീണ്ടും അയാൾ ബോധക്ഷപ്പെട്ടു. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം കലിമ തൽഖീൻ ചെയ്തപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നിട്ട് എന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ സുഹൃത്ത് മൻസൂർ, ഈ കലിമയുടെയും എന്റെയും ഇടയിൽ ഒരുപാട് ഹിജാബുകൾ നിർത്തപ്പെട്ടിരിക്കുന്നു, ഒരുപാട് തടസ്സങ്ങൾ നിർത്തപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് മൻസൂർ ഇബ്നു അമ്മാർ റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഇത് കേട്ടപ്പോൾ ഉടനെ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഹൗഖല ചൊല്ലിക്കൊണ്ട് പറഞ്ഞു, എവിടെ പോയി നിങ്ങൾ നിസ്കാരങ്ങൾ, എവിടെ പോയി നിങ്ങൾ നോമ്പുകൾ, തഹജ്ജുദുകൾ, രാത്രിയിൽ ഇബാദത്ത് എടുത്തിരുന്നല്ലോ, അതെല്ലാം എവിടെ പോയി എന്ന് ചോദിച്ചു. എന്നിട്ട് ആ ചോദിക്കുന്ന സമയത്ത് ആ മനുഷ്യനിതാ വിഷമത്തോടുകൂടെ സങ്കടത്തോടുകൂടെ പറഞ്ഞു, സുഹൃത്തേ, ഞാൻ അങ്ങനെല്ലാം ചെയ്തിരുന്നു, പക്ഷേ ആ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല ഞാൻ ചെയ്തത്. ആ ഇബാദത്തുകൾ മുഴുവനും ശുഹ്റത്ത് ആഗ്രഹിച്ചുകൊണ്ട് അറിയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനങ്ങൾ എന്നെ നിസ്കരിക്കുന്ന ആള്, നോമ്പുകാരൻ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള്, അങ്ങനെ എല്ലാം എന്നെ ചിന്തിക്കാൻ വേണ്ടിയും അങ്ങനെ ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ധാരാളം ദിക്ർ ചൊല്ലിരുന്നത്, ഇബാദത്ത് എടുത്തിരുന്നത്. അതുപോലെ ജനങ്ങളടുക്കൽ ഞാൻ ഒരു സ്വാലിഹായ മനുഷ്യനാണ്, ജനങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഖൽവത്തിലാകുമ്പോൾ, ഒറ്റക്കുണ്ടാകുമ്പോൾ വാതിലുകൾ ബന്ദ് ചെയ്ത് ഇതാ യജ്ഞനായിക്കൊണ്ട് ഇതാ കള്ളു കുടിച്ചിരുന്നു. ഒരുപാട് അള്ളാഹുവിലേക്ക് മാറു കാണിച്ച പ്രവർത്തനങ്ങൾ ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചു. പിന്നീട് എനിക്ക് വല്ലാത്ത ഒരു രോഗം വന്നു. ആ രോഗം വന്നപ്പോൾ രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാതെ, പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ ഞാൻ ആയിപ്പോയി. ആ സമയത്ത് എന്റെ മകളോട് ഞാൻ പരിശുദ്ധ ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു. ആ മകള് പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ മുസ്ഹഫ് ഷരീഫിന്റെ ഓരോ ഹർഫുകൾ ഓതിക്കൊണ്ട് ഇതാ യാസീൻ സൂറത്തിന്റെ അവിടെ എത്തിയപ്പോൾ മുസ്ഹഫ് ഷരീഫിനെ ഞാൻ ഉയർത്തിക്കൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, ഈ പരിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ട് എനിക്ക് നീ ശിഫാ നൽകണേ, ഞാൻ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന ഒരു തൗബ അദ്ദേഹം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് എന്റെ രോഗങ്ങളെല്ലാം ദൂരീകരിച്ചു, എനിക്ക് ശിഫ നൽകി. പക്ഷേ ശിഫ നൽകിയപ്പോൾ, ആരോഗ്യവനായപ്പോൾ വീണ്ടും ഞാൻ ലഹ്വുൽ ഇത്തിബാഉൽ ഹവായിൽ പെട്ടുപോയി. ആരോഗ്യം കിട്ടിയപ്പോൾ വീണ്ടും കളിയും തമാശയും തോന്നിയാസത്തിലേക്ക് ഞാൻ വീണ്ടും ഇതാ മടങ്ങുകയാണ്. ആ സമയത്ത് ശൈത്താൻ മൽഊന് അള്ളാഹുവിനോട് ഞാൻ ചെയ്ത കരാറ്, തൗബ ചെയ്തിരുന്നത്, ഖേദത്തോടെ തൗബ ചെയ്ത് ഇനി ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന വാഗ്ദാനമെല്ലാം അള്ളാഹ് ഇബ്ലീസ് മൽഊൻ എന്നെ തൊട്ട് മറപ്പിക്കുകയും അങ്ങനെ എന്റെയും റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഇടയിലുണ്ടായിരുന്ന ആ വാഗ്ദാനങ്ങളെല്ലാം അവൻ എന്നെ മറപ്പിച്ചു കളഞ്ഞു.
എന്നിട്ട് ഞാൻ നീണ്ട കാലം വീണ്ടും തെറ്റിലേക്ക് ഇതാ വ്യാപകമായി. അങ്ങനെ ഇതാ ഒരിക്കൽ കൂടി ആ രോഗം തന്നെ എനിക്ക് പിന്നെയും പെട്ടുകൂടി, എന്നിലേക്ക് പിന്നെയും ആ രോഗം വന്നുകൂടി. അങ്ങനെ ഇതാ മരണത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, എന്നെ ആദത്തനുസരിച്ച് വീടിന്റെ മധ്യത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ പരിശുദ്ധ ഖുർആൻ മുസഹഫ് ഷരീഫ് കൊണ്ടുവരാൻ പറഞ്ഞ് അതിനെ ഉയർത്തിക്കൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഈ പരിശുദ്ധ ഖുർആന്റെ അളമത്തിന്റെ തവസ്സുലാക്കിക്കൊണ്ട്, ആ അളമത്തിന്റെ മുൻനിർത്തിക്കൊണ്ട് ഈ മുസഹഫ് ഷരീഫ്, പടച്ചോനെ എനിക്ക് ഈ രോഗത്തെ തൊട്ട് നജാത്ത് നൽകണേ, രക്ഷ നൽകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിച്ചു. വീണ്ടും ഈ രോഗം എനിക്ക് ശിഫാ നൽകപ്പെട്ടു. അങ്ങനെ എനിക്ക് ആരോഗ്യം വന്നപ്പോൾ, എന്റെ രോഗമെല്ലാം ശിഫയായപ്പോൾ വീണ്ടും ഞാൻ തോന്നിയാസങ്ങളിലേക്കും തെറ്റുകളിലേക്കും വ്യാപകമായി. അങ്ങനെ ഇതാ വീണ്ടും രോഗം വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ രോഗത്തിൽ ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു തന്റെ വീട്ടുകാരോട് പറഞ്ഞു, എന്നെ ഈ പ്രാവശ്യം വീടിന്റെ മധ്യത്തിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെ നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു മുസ്ഹഫിനെ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ ഒരു ഹർഫ് പോലും ഓതാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, റബ്ബ് സുബ്ഹാനഹു വ തആല എന്നോട് ദേശത്തിലാണ്. അങ്ങനെ ആകാശത്തിലേക്ക് ഞാനിതാ തന്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട്, തല ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, ഈ മുസ്ഹഫ് ഷരീഫിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ ഈ രോഗം നീ നീക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഇതാ അശരീരി ശബ്ദം ഞാൻ കേൾക്കുന്നു, ചില ബൈത്തുകൾ. ആ ബൈത്തുകൾ ആശയം, ആ ബൈത്തുകൾ റൗദുൽ ഫായിഖ് മഹത്തായ ഗ്രന്ഥത്തിന്റെ 17ാമത്തെ പേജിൽ അശ്ശൈഖ് ശുഐബ് ഹുറൈഫി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ആ ബൈത്തിന്റെ ആശയം മാത്രം ഇവിടെ നമുക്ക് സൂചിപ്പിക്കാം. പടച്ചവനെ, എന്റെ ഈ മുസാഫ് ഷരീഫിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം നീക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ഗൈബിയായ നിലയ്ക്ക് ഒരു ഹാത്തിഫ്, അശരീരി ശബ്ദം, ഗൈബിയായ നിലയ്ക്ക് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൽ പറഞ്ഞ ബൈത്തുകൾ, ആ ബൈത്തുകളുടെ ആശയം എന്തെന്ന് പറഞ്ഞാൽ, നീ രോഗിയായാൽ ദാ ദോഷങ്ങളെ തൊട്ട് തൗബ ചെയ്യുന്നു, നീ ആരോഗ്യനായാൽ എല്ലാം മറന്നുകൊണ്ട് വീണ്ടും നീ തെറ്റിലേക്ക് വ്യാപകമാകുന്നു, പ്രയാസത്തിൽ പെടുമ്പോൾ നീ പൊട്ടിപ്പൊട്ടിക്കരയുന്നു, ശക്തി ലഭിക്കപ്പെട്ടാൽ ഒരുപാട് തോന്യാസങ്ങൾ അതുപോലെ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ നോക്കുന്നു. എത്രയെത്ര മുസീബത്തുകൾ, പ്രയാസങ്ങളിൽ നീ അകപ്പെട്ടു. ആ സമയത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് നജാത്ത് നൽകി, രക്ഷ നൽകി. പക്ഷേ എന്നിട്ട് നീ അവൻ വിലങ്ങാൻ പറഞ്ഞത്, അവൻ ചെയ്യണ്ട എന്ന് പറഞ്ഞത്, വിലക്കിയ വസ്തുക്കൾ എല്ലാം വീണ്ടും നീ തെറ്റുകളിലേക്ക് വ്യാപകമാവുകയാണ്. അവൻ വിലങ്ങിയതും അവൻ വിരോധിച്ചതും വീണ്ടും നീ ചെയ്ത് ഒരുപാട് വലിയ ദോഷങ്ങൾ ചെയ്ത് ആ ദോഷത്തിൽ മുങ്ങുകയാണ്. അതുപോലെ ഇത്രകാലം ഗാഫിലായി, അശ്രദ്ധനായി, നിനക്ക് മരണത്തിന്റെ പേടിയില്ലല്ലേ, നിന്റെ ബുദ്ധിയും അതുപോലെ നിന്റെ ഫഹ്മുമെല്ലാം ഉണ്ടായിരിക്കെ നീ തെറ്റുകളിൽ തന്നെ വ്യാപകമായി ദോഷങ്ങളിൽ മുങ്ങി നിന്നല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഫദ്ലും കറം നിനക്ക് ധാരാളം ഉണ്ടായിരുന്നു. അല്ലാഹു തആല ഒരുപാട് ഔദാര്യം നിനക്ക് ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം നീ മറച്ചു കളഞ്ഞു, അതെല്ലാം നീ മറന്നുപോയി. അതുകൊണ്ട് നിനക്ക് ഒരു പേടിയുമില്ല, റബ്ബിന്റെ പേടിയില്ലല്ലോ. എത്ര പ്രാവശ്യമാണ് നീ റബ്ബിനോട് കരാർ ചെയ്തത്, എന്നിട്ട് ആ കരാർ നീ പൊളിക്കുകയാണല്ലോ. അങ്ങനെ എല്ലാ നന്മകളും എല്ലാ സൽക്കർമ്മങ്ങളും നീ മറന്നു പോകുന്നു. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ശരിക്കും നീ മനസ്സിലാക്കിക്കോ, നിനക്ക് പോകാനുള്ള സ്ഥലം ഖബറാണ്. നിന്റെ ജീവിതത്തിൽ എത്താനുള്ളത്, മരണപ്പെട്ടതിന്റെ ശേഷം എത്താനുള്ള ഖബറാണ്. അതെല്ലാം നിനക്ക് മരണത്തിന് വരും എന്നത് എത്ര പ്രാവശ്യം നിനക്ക് അറിയിക്കുകയാണ്. നിന്റെ പരിസരത്തുള്ള ഖബറുകളും അതുപോലെ ഈ ഖബർ എന്ന് പറയുന്നത് നിന്നെ മരണമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനുള്ള ഒരുപാട് നസീഹത്തുകൾ നിന്റെ മുമ്പിലുണ്ട്. പക്ഷേ നീ അതൊന്നും പേടിക്കാതെ ജീവിക്കുകയാണല്ലോ എന്ന് ശബ്ദം കേട്ടു. സയ്യിദുനാ മൻസൂർ ഇബ്നു അമ്മാർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നു,
ഇതാ ഇതേ അവസ്ഥയിൽ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തോട് വിട്ടുപിരിഞ്ഞു. എന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതാ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീടിന്റെ വാതിലിന്റെ അടുക്കലേക്ക് എത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിലിന്റെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് ഇതാ എന്നോട് പറഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടു. അതുകൊണ്ട് നാം എപ്പോഴും ആഖിബത്ത് നന്നാകാൻ വേണ്ടി, ഈമാൻ സലാമത്താകാൻ വേണ്ടി, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാം എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. എത്രയെത്ര നോമ്പുകാർ, എത്രയെത്ര രാത്രി ഖിയാമുൽ ലൈൽ നടത്തിയവരുടെ ആഖിബത്ത് മോശപ്പെട്ട ചരിത്രങ്ങൾ ധാരാളം റൗദുൽ ഫായിഖ് 17ാമത്തെ പേജിലും മറ്റും ധാരാളം പറഞ്ഞത് കാണാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഖിബത്ത് നന്നാകാൻ വേണ്ടി, ഈമാൻ സലാമത്താകാൻ വേണ്ടി, ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും അതോടുകൂടെ നമ്മൾ കാവലിനെ തേടേണ്ടതുണ്ട്. അതോടുകൂടെ ഈ തലബു ഷുഹറത്തിനെ തേടുക എന്ന് പറയുന്ന ഈ രോഗത്തിനെ ചികിത്സിക്കാൻ വേണ്ടി 6 സബബുകളും ചികിത്സകളും മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് നല്ലത്, ആളുകളൊക്കെ നല്ലത് പറയണം എന്ന ചിന്തയാണ് ഷുഹറത്തിന് ആഗ്രഹിക്കുക. അതിന് ചെയ്യേണ്ട ചികിത്സ എന്തെന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നു, നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഷുഹറത്തിനെ രക്ഷപ്പെടാൻ വേണ്ടി, ഷുഹറത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി അവരെ നന്മകൾ മറച്ചു വെക്കാൻ എത്രമാത്രം ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ദാവൂദ് ത്വാഇ റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ ചരിത്രം എത്രയെത്ര വർഷങ്ങളാണ് നോമനുഷ്ഠിച്ചത്. വീട്ടിൽ ഭാര്യക്ക് പോലും അറിയാത്ത വിധത്തിൽ അതുപോലെ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തവർ. മഹാനായ ഇബ്നു റജബ് ദിമശ്ഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ ത്വാഇഫുൽ മആരിഫിലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ തംബീഹുൽ മുഖ്തറീൻ പോലത്തെ ഗ്രന്ഥങ്ങളിലും ഫരീദുദ്ദീൻ അത്താർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ തദ്കിറത്തുൽ ഔലിയാ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലെല്ലാം രേഖപ്പെടുത്തിയതുപോലെ മഹാന്മാർ ഇബാദത്തുകളെ എത്രമാത്രം മറച്ചു വെച്ചിരുന്നു റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുക എന്ന ദുഷിച്ച സ്വഭാവം നമ്മളിൽ നിന്ന് ഇല്ലാതെയാക്കാൻ, അതുകൊണ്ട് ഷുഹറത്ത് രക്ഷപ്പെടാൻ നമ്മളെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ജനങ്ങൾ മദ്ഹുകൾ പറയുമ്പോൾ, നമ്മുടെ മഹത്വം പറയുമ്പോൾ നമ്മുടെ നഫ്സിന് വല്ലാത്തൊരു തസ്കീൻ ഉണ്ടാകും, സമാധാനമുണ്ടാകും. അതൊരു തസ്കീൻ, എനിക്കൊരു സബബുണ്ടായി പോകുന്നു ജനങ്ങൾ ഞങ്ങളെ മഹത്വം പറയുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ആ വിധത്തിൽ നഫ്സിലേക്ക് തസ്കീൻ ഉണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ നമുക്ക് ശുഹറത്ത് ഉണ്ടാകണം, അറിയപ്പെടണം എന്ന ആഗ്രഹം വരികയാണ്. ഈ ആരുളിയായ താൽക്കാലിക സമാധാനത്തിന് വേണ്ടി, താൽക്കാലികമായ സുഖൂനിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. അതിന്റെ ചികിത്സ എന്തെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മുടെ അയബുകൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഇബാദത്തിലുള്ള ന്യൂനതകൾ, നമ്മുടെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും സ്വഭാവത്തിലുമുള്ള എന്തെല്ലാം ന്യൂനതകളുണ്ട്, വീഴ്ചകളുണ്ട്, നമ്മുടെ മനസ്സിന്റെ രോഗങ്ങളെ സംബന്ധിച്ചൊക്കെ എപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്നിട്ട് സ്വന്തം നഫ്സിനോട് പറയണം, ഇവർ നിന്റെ മദ്ഹ് പറയുന്നത്, നിന്റെ മഹത്വം പറയുന്നത്, ഇതെല്ലാം നിന്റെ അമലുകളെ കത്തിച്ചു കളയാനുള്ള സംഗതികളാണ്. ഈ മഹത്വം പറയുന്നത്, സ്വാഗത പ്രസംഗത്തിലുള്ള മഹത്വങ്ങൾ, നിനക്കുള്ള മദ്ഹുകളിൽ മുബാലഗത്ത് നടത്തുന്നതും, നിന്റെ മഹത്വമെല്ലാം പറയുന്നത്, ഇതെല്ലാം നിന്റെ നന്മകളെ, നിന്റെ സൽക്കർമ്മങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞ് എല്ലാം അതിനെ വെണ്ണൂറാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നീ ഒരിക്കലും വഞ്ചിതനാകണ്ട എന്ന് നഫ്സിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അതോടുകൂടെ വെൽക്കമാക്കുമ്പോൾ നിന്റെ മനസ്സിൽ ശുഹൃത്തിന്റെ തേട്ടം വരുന്നു. അതിന്റെ ചികിത്സ എന്താണ്? ഈ വെൽക്കമാക്കുന്ന, ബഹുമാനിക്കുന്ന, സ്വാഗതം പറഞ്ഞ് നിന്റെ മഹത്വം പറയുന്ന, നിന്റെ നോക്കി ധാരാളം മഹത്വം പറയുന്ന ആളുകളോട് കൈവതും നീ നിന്റെ വ്യക്തിപരമായി ദൂരെ നിൽക്കേണ്ടതുണ്ട്. ദീനീ വളർച്ചയ്ക്ക് വേണ്ടി, അങ്ങനെയുള്ള ദീനീ ഖിദ്മത്തിന് വേണ്ടി, അങ്ങനെയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ വിഷയത്തിലും കൈവതും ഇത്തരത്തിലുള്ള ആളുകളെ തൊട്ട് വിദൂരത്ത് നിൽക്കേണ്ടതുണ്ട്. കാരണം നിന്നെ വെൽക്കമാക്കുന്ന, നിന്റെ മഹത്വം പറയുന്ന, നിന്നെ ബഹുമാനിക്കുന്നവർ നിന്റെ മനസ്സിനെ കേടുവരുത്തുന്നവരാണ്. മാത്രമല്ല, നിനക്ക് എപ്പോഴും സഹവാസമുണ്ടാകേണ്ടത് മുഖ്ലിസായ അഫ്രാദുകളോടാണ്. ഇഖ്ലാസുള്ള ആളുകൾ, നിന്റെ അയബുകളൊക്കെ നിനക്ക് പറഞ്ഞു തന്ന് നിനക്ക് ഉപദേശിക്കുന്നവരോടുകൂടെ നാം സഹവസിക്കണം. ഈ ആഖിർ സമാന് നസീഹത്ത് ചെയ്യുന്നവരെ ശത്രുവായി കാണുന്ന കാലഘട്ടമാണ്. അത് നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല. നസീഹത്ത് ചെയ്യുന്നവൻ
മിത്രുവാണ്, ശത്രുവല്ല എന്ന് മറ്റൊരു ദിറാസിൽ നാം സംസാരിച്ചിട്ടുണ്ട്. മഹാന്മാർ ബൈത്തിലോട് പറയുന്നു, നാസിഹാ മത് കർ നസീഹത് ദിൽ മേരാ ഘബറായ ഹൈ, ദുശ്മൻ ഉസ്കു ജാൻതാ ഹൂം ജോ മുझे സമझായ ഹൈ. നസീഹത്ത് ചെയ്യുന്ന ആൾക്കാരെല്ലാം ശത്രുവായി കാണുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ വെൽക്കമാക്കുന്നവർ, നമ്മളെ സ്വാഗതമാക്കുന്ന ആളുകളെ തൊട്ട് വിദൂരത്ത് നിൽക്കുകയും അതോടുകൂടെ ഇഖ്ലാസോടെ നമ്മളോട് സഹവസിക്കുകയും നമ്മുടെ തെറ്റുകൾ നമുക്ക് പറഞ്ഞു തരുന്ന നല്ല ഹുസ്നിയത്തോടുകൂടെ ഒയൂബുകൾ പറഞ്ഞു തന്ന് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട നിലക്ക് നമ്മളെ ഉപദേശിക്കുന്ന, നമ്മുടെ അയബുകൾ നമുക്ക് പറഞ്ഞു തരുന്ന, അടയാളപ്പെടുത്തുന്ന യഥാർത്ഥ ചങ്ങാതികളോടാണ് നമ്മുടെ സഹവാസം ഉണ്ടാകേണ്ടത്. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ജായിസല്ലാത്ത ഫായിദകൾ കരസ്ഥമാക്കാൻ വേണ്ടി ഇതാ ചിലപ്പോൾ ത്വലബു ശുഹ്റത്ത് അതൊരു കാരണമാകും. ജായിസല്ലാത്ത ഫായിദകളും ഉപകാരങ്ങളും കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അറിയപ്പെടണം എന്നത് ഇതൊരു രോഗമായി ഈ കാരണമായി ഉണ്ടായിത്തീരുന്നു. അതിന് ചികിത്സിക്കേണ്ട രൂപം എന്നത് പറഞ്ഞാൽ എപ്പോഴും അടിമ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വഞ്ചിതരാകുന്ന വിധത്തിലുള്ള ശൈലിയിൽ എങ്ങനെയെങ്കിലും വിജയമല്ല, അള്ളാഹുവിന്റെ നാട്ടിൽ തവക്കുൽ ചെയ്ത് അധ്വാനിച്ചുകൊണ്ട് നമ്മൾ ഇതാ എളുപ്പമാർഗത്തിലല്ല, കുറച്ച് പ്രയാസപ്പെട്ടാലും നമുക്ക് വിജയകരമാകണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ശുഹ്റത്തിന്റെ ആഗ്രഹം നമ്മളിൽ ഇല്ലാതെയായി പോകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അയ്ബുകളൊക്കെ മറച്ചു വെക്കാനും ചിലപ്പോ ത്വലബു ശുഹ്റത്തിന്റെ റൂട്ട് ചിലപ്പോ സ്വീകരിക്കപ്പെടും. അതിന്റെ ചികിത്സ എന്ന് പറഞ്ഞാല് അടിമ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം, എന്റെ ന്യൂനതകൾ, എന്റെ വീഴ്ചകൾ, അതിനെ ഞാൻ മാറ്റിയിട്ട് അതിന് നന്മകളാക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് സ്വീകാര്യത ഉണ്ടാകണം, എനിക്ക് ആഖിറത്തിൽ നന്മ കിട്ടണം എന്ന ഒരു ചിന്ത മനുഷ്യനിക്ക് എപ്പോഴും ഉണ്ടാകണം. അതോടുകൂടെ ചില സന്ദർഭങ്ങളിൽ ജനങ്ങളെ എളുപ്പത്തിൽ വഞ്ചന ചെയ്യാനും അതുപോലെ ജനങ്ങളെ കണ്ണിൽ പൊടിപാരാൻ വേണ്ടിയും ത്വലബു ശുഹ്റത്ത് എന്ന് പറയുന്ന വസ്തു, ശുഹ്റത്തിനെ തേടുക എന്ന വസ്തു ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയും. അതിനെ ഇല്ലാതെയാക്കാൻ അതിന്റെ ചികിത്സയായി നാം ചെയ്യേണ്ടത്, മനുഷ്യൻ അടിമ എപ്പോഴും മനസ്സിൽ മുസ്ലിമീങ്ങൾക്ക് ഗുണം ചെയ്യണം എന്ന ഒരു താല്പര്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. വെറും താൽക്കാലിക ഉപകാരം കിട്ടാൻ വേണ്ടി, താൽക്കാലിക നക്കാപീച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വഖ്തിയായ നഫ്ഇന് വേണ്ടിയിട്ട് ഉഖ്റവിയായ നാശം നമ്മുടെ നഫ്സിലേക്ക് നാം വലിച്ചിടാൻ പാടില്ല എന്ന ഒരു ചിന്തയും നമുക്ക് വേണം. ഒരിക്കലും നമ്മുടെ ത്വലബു ശുഹ്റത്ത് അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിക്കുക എന്ന സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. എല്ലാ സ്ഥലത്തും തഖ്വയോടുകൂടെ ത്വലബു ശുഹ്റത്ത് ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ദീനിന്റെ മഫാദിന് വേണ്ടി ആയിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇരു വീട്ടിലും വിജയം നൽകും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കി തരുമാറാകട്ടെ. മനസ്സിലുള്ള എല്ലാ രോഗങ്ങൾ, പ്രത്യേകിച്ചും ത്വലബു ശുഹ്റത്ത് എന്ന് പറയുന്ന രോഗത്തെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല മനസ്സിന്റെ എല്ലാ രോഗങ്ങളും ശുദ്ധിയാക്കി മനസ്സിന്റെ നന്മകളായിരിക്കുന്ന ഒരുപാട് നന്മകൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിന്റെ നന്മകളായിരിക്കുന്ന സബ്ർ, അതുപോലെ തവാദു, അതുപോലെ മറ്റു ഉപദേശം, ഹുസ്നുൽ ദന്ന്, ഇഖ്ലാസ് തുടങ്ങിയ ഖൗഫുല്ലാഹി, ഹുബ്ബുർ റസൂൽ കൊണ്ട് നമ്മുടെ മനസ്സിൽ അല്ലാഹു തആല ഭംഗിയാക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.